അപ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പം ലില്ലിക്കുട്ടിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് മഞ്ജു ചേച്ചിയുടെ. അപ്പം അതൊരു എല്ലായിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആക്സിഡൻ്റൊക്കെ ശേഷം ആണ് ശരി. അതിനകത്ത് നമുക്ക് ഒന്നുകൂടെ എടുത്ത് കാണുമ്പോൾ അറിയാം മുഖമൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. എന്നിട്ടും ലാലേട്ടൻ്റെ കൂടെ നേരെ നേരെ എല്ലാം സീനിൽ ലാലേട്ടൻ്റെ കൂടെ തന്നെയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവത്തിൽ ചേച്ചി ഓർക്കുന്നത്? ഇങ്ങനെ വിളിക്കുന്നു ഉത്തരം ജിത്തു ജോസഫിൻ്റെ വലിയ സിനിമ. അതിനൊരു 11 ദിവസം മുമ്പ് ഞാൻ വണ്ടിയിൽ നിന്ന് വീഴുന്നത്. അപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ ഇവിടേക്ക് ഇങ്ങനെ അത് സൂക്ഷിച്ച് നോക്കാനറിയാം. ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അതിൻ്റെ നൂല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അകത്തുനിന്ന് വരും, തന്നെ പോകുന്നതല്ലേ. അപ്പം ഇങ്ങനെ നീരൊക്കെ വെച്ച് അങ്ങനെയായിരുന്നു ആ സിനിമ. ഭയങ്കര വേദന, എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വേദന എടുക്കും. ഇവിടൊക്കെ നീരാ, മുറിവല്ലേ. അങ്ങനെ ചെയ്ത സിനിമയാണ്. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന ആ വലിയ പ്രതിഭയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വേറെ എന്തൊക്കെയോ എൻ്റെ ചുറ്റും സംഭവിക്കുന്നുണ്ട്, ഞാൻ പോലും അറിയാതെ. അങ്ങനെ ഇതേപോലെ വളരെ കംഫർട്ടബിളായിട്ട് കുറേ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ, ഇപ്പോൾ ലാലേട്ടനൊക്കെ എത്രയോ സീനിയറാണ്, സൂപ്പർ സ്റ്റാർ. അതെ. പക്ഷേ 8 മണിയെന്നാണ് പറയുന്നതെങ്കിൽ ഫുൾ മേക്കപ്പിൽ എന്താ 7:50 അവിടെ ഉണ്ടാകും. ഈ ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒരിടത്തും വൈകില്ല. അത്രയും പങ്ക്ച്വലാണ്. അവർക്ക് ഇനിയും വേണം, ഞാൻ അത്രയും അത്രയും അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നതാണ്. പക്ഷേ പിന്നീട് വന്ന നമ്മളെപ്പോലെയുള്ളവരൊക്കെ 8 എന്ന് പറഞ്ഞാൽ 8:30 ആകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങും അല്ലേ. അങ്ങനെയാണ് മിക്കവാറും പേര്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കേട്ടോ. ഈ സീനിയേഴ്സിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാകും. അതുപോലെ മമ്മൂക്കയുടെ കൂടെയുള്ള ഉട്ടോപ്പിയിലെ രാജാവ് എങ്ങനെയായിരുന്നു? ഇപ്പം മമ്മൂക്കയെ കുറിച്ച് നമ്മൾ എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും പേടിയും ബഹുമാനവും ഒക്കെ ഭയങ്കര എന്താ പറയണേ, തമാശയൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിച്ചിരിക്കും. എനിക്ക് പേടിയുണ്ടായിരുന്നു സെറ്റിലേക്ക്. പിന്നെ മമ്മൂക്കാനെ എല്ലാവർക്കും പേടിയാണ്, എനിക്കും പേടിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നേ വളരെ സീരിയസ് ആയിട്ട് തമാശ പറയാനേ അറിയുള്ളൂ എന്ന് തോന്നുന്നു മമ്മൂക്കയ്ക്ക്. തമാശ ഇങ്ങനെ മുഖത്ത് വലിയ കാര്യമായിട്ടൊന്നും അല്ല, ചിരിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ തമാശ അങ്ങനെ. പക്ഷെ എനിക്ക് മമ്മൂക്കാനോടൊരു പേടിയുള്ള കാരണം എനിക്കിങ്ങനെ മാറി നിന്ന് കാണാനൊക്കെ ആയിരുന്നു ഇഷ്ടം. നമുക്ക് അഭിനയിക്കുന്നതൊക്കെ നമുക്ക് പറഞ്ഞൊക്കെ തരും, അതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ എന്ന്, എല്ലാം സീരിയസ് ആയിട്ടേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു മമ്മൂക്കാൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഇങ്ങനെ ഇവർ പല വിധത്തിൽ, ഇപ്പം സിദ്ദിഖിക്ക ഒരു ഡയലോഗ് കിട്ടിയത് പല മോഡുലേഷനിൽ പറഞ്ഞു നോക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് പല തരത്തിൽ നടന്നു നോക്കുന്നു അങ്ങനെ സിദ്ദിഖിക്ക. അപ്പൊ അതൊക്കെ അവരുടെ പ്രാക്ടീസ് ആണ്. അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ലില്ലിക്കുട്ടി എന്ന് പറയുന്നത് ഇന്നും ഒരു കരിയറിലെ ഒരു നാഴികക്കല്ല് തന്നെ അല്ലേ ചേച്ചി? അവര് ഭയങ്കര നല്ല സ്ത്രീയായിരുന്നു. അവർക്കൊരാളോട് ഉള്ളിൽ തീവ്രമായ പ്രണയം തോന്നുന്നു, എന്നവര് മാരീഡാണ്, അവർക്ക് അവരുടെ ഫാമിലി വലുതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്നത്തെ പല സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷനാണ് ലില്ലിക്കുട്ടി. നമുക്ക് ഭർത്താവൊക്കെ ഉണ്ടെങ്കിലും ഒരാളോട് അട്രാക്ഷനൊക്കെ തോന്നും. അത് അവർ തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചു. അവർ മറ്റുള്ളവരെ ബോധേഡല്ല, അവർക്ക് അയാളോട് തീർത്താൽ തീരാത്ത പ്രണയമുണ്ട്. അയാളുടെ ഒരു കുഞ്ഞു ചിരിയിൽ അയാളുടെ തല കമ്പിയിലിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവച്ച് അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എവിടേക്കോ കണ്ടിട്ടുള്ളൊരു ലില്ലിക്കുട്ടി. അപ്പോഴും യാത്ര പറഞ്ഞു പോകുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്ത ഒരു ഉമ്മയാണ് അവരുടെ പ്രണയത്തിൻ്റെ പ്രതിഫലം. ഉലഹന്നാനെ അവര് പ്രണയിച്ചിട്ട് അവർക്ക് കിട്ടിയത് അവരുടെ കയ്യിലൊരു ഉമ്മയാണ്. അത് മതി അവർക്ക്. അതിൽ അവര് സംതൃപ്തയായിട്ടാണ് അവിടെ നിന്ന്. അവർക്ക് അവരുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി ചെല്ലണ്ട, അയാളെ വിവാഹം കഴിക്കേണ്ട, അയാളുടെ ഭാര്യയുടെ പദവി തട്ടിയെടുക്കേണ്ട, ഒന്നും വേണ്ട. അവർക്ക് ആ ഒരു ഉമ്മ മതി. അവരുടെ പ്രണയം തിരിച്ചു കിട്ടി. അതിൽ വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോയ ലില്ലിക്കുട്ടി. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ കഥാപാത്രം ചേച്ചി ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. നമുക്ക് കാണുമ്പോൾ ഒരു സ്നേഹം തോന്നുന്ന ഒരു കഥാപാത്രം അല്ലേ, അങ്ങനെ തോന്നി. ഇപ്പം ഈ പറഞ്ഞത് അത്രയും തലത്തിലേക്ക് ചിന്തിച്ചിരുന്നില്ല, ഈ പറഞ്ഞപ്പം ഒന്നുകൂടി ഇഷ്ടമായി. അതെ, അവരൊരു പാവമായിരുന്നു.